നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വലിയ ചിന്താക്കുഴപ്പത്തിലാണ്. സ്വന്തം പാർട്ടിക്കാർ തന്നെ പാലം വലിക്കുമോ എന്ന ഭീതിയിലാണ് അദ്ദേഹം ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്നാണ് ആ പാർട്ടിയിൽ നിന്നുള്ളവർ പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രസ്റ്റീജ് നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി. വലിയ നേട്ടങ്ങളുണ്ടാക്കുമെന്നും ആ നഗരസഭ ബി.ജെ.പി. പിടിച്ചെടുക്കുമെന്നുമെല്ലാമുള്ള വലിയ തോതിലുള്ള അവകാശവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അരങ്ങേറുകയാണ്. ഏതായാലും നാളെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നാളെ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പും നാളെ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുനയൊടിക്കാൻ, രാജീവ് ചന്ദ്രശേഖറിൻ്റെ കൊമ്പൊടിക്കാൻ ബി.ജെ.പിയിലെ രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധർ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള സൂചന നേരത്തെ തന്നെ ശക്തമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. പിടിച്ചാൽ അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കിരീടത്തിലെ ഒരു പൊൻതൂവലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്നവർക്ക് അദ്ദേഹത്തെ പൂട്ടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: തിരുവനന്തപുരം നഗരസഭയിൽ പാലം വലിക്കുക. ബി.ജെ.പി. ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ പാലം വലിക്കുക, അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക. അങ്ങനെ ബി.ജെ.പിയുടെ തമ്മിലടി മൂലം ഉദ്ദേശിച്ച നേട്ടങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ചില ബി.ജെ.പി. നേതാക്കൾ നമ്മളോട് പറഞ്ഞത്. അതേസമയം തൃശ്ശൂർ, കൊച്ചി തുടങ്ങിയ നഗരസഭകളിലെല്ലാം ബി.ജെ.പി. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കും. എന്നാൽ തിരുവനന്തപുരത്ത് ബി.ജെ.പി. ഈ പറയുന്നത്ര നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ നേട്ടമുണ്ടായാൽ ആ ക്രെഡിറ്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലിരിക്കും, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ചുമലിലിരിക്കും. അത് തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് ബി.ജെ.പിയിലെ രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധ വിഭാഗം കരുതുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേടി തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ബി.ജെ.പി. നേതാക്കൾ തന്നെ ബി.ജെ.പിക്കാരെ തോൽപ്പിക്കുമെന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ട്. ഇതിനെ തടയാനുള്ള സകല പരിപാടികളും അല്ലെങ്കിൽ സകല നടപടികളും അദ്ദേഹം എടുക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം പോലത്തെ ഒരു നഗരസഭയിൽ ബി.ജെ.പിക്ക് സീറ്റ് കുറയാൻ, അല്ലെങ്കിൽ ഉദ്ദേശിച്ചത്ര സീറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 56 സീറ്റ് വേണം നഗരസഭ ഭരിക്കാൻ. കഴിഞ്ഞ തവണ ഏതാണ്ട് 35 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 19-20 സീറ്റിൻ്റെ കുറവ് മാത്രമേ ബി.ജെ.പിക്ക് ഉണ്ടായുള്ളൂ. എന്നാൽ ഇത്തവണ 56ലേക്ക് എത്തിക്കാതെ നോക്കാൻ ബി.ജെ.പിയുടെ രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധ വിഭാഗം നല്ലവണ്ണം പണിയെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ബി.ജെ.പിയെ 56 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് തങ്ങൾ എത്തിക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധ വിഭാഗം അവിടെ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞത്രേ. അങ്ങനെയാണ് അവിടെ ഒരു ബി.ജെ.പിയിൽ ഒരു അടിയൊഴുക്കുണ്ടാകുമെന്നുള്ള ഭീതി വളരെയേറെ സംജാതമായത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ വളരെ കരുതിയിരിക്കുന്നത് തനിക്ക് പണി തരാൻ വേണ്ടി തൻ്റെ വിരുദ്ധ, പ്രത്യേകിച്ച് പണ്ട് കെ സുരേന്ദ്രനോടൊപ്പം അടുപ്പമുണ്ടായിരുന്ന ബി.ജെ.പി. നേതാക്കൾ തന്നെയൊന്ന് മോശക്കാരനാക്കാൻ. കാരണം രാജീവ് ചന്ദ്രശേഖർ നേമത്തെ തൻ്റെ സ്ഥാനാർത്ഥിത്വം ആദ്യം പ്രഖ്യാപിച്ചത് ബി.ജെ.പിയുടെ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ടാക്കിയിരുന്നു, അവരെ എതിർപ്പ് വിളിച്ചു വരുത്തിയിരുന്നു. കാരണം മറ്റ് സ്ഥാനാർത്ഥികൾ ആരെയും പ്രഖ്യാപിക്കാതെ താൻ നേമത്ത് മത്സരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചോട്ടും ശരിയായില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇത്തരം നടപടികൾ ബി.ജെ.പിക്ക് കേരളത്തിൽ തിരിച്ചടി ഉണ്ടാക്കും എന്ന് കാണിക്കാൻ വേണ്ടി ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പാലം വലിക്കാനുള്ള എന്തോ ഒരു ഗൂഢാലോചന, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധ വിഭാഗത്തിൻ്റെ ഒരു ഗൂഢാലോചന അവിടെ നടക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അദ്ദേഹം ഉദ്ദേശിച്ച പോലെ തിരുവനന്തപുരത്ത് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് ലഭിക്കുമെന്ന് അവർ കരുതുന്ന അത്രയും സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, പ്രത്യേകിച്ച് നേമത്ത് നിന്ന് ജയിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമൊക്കെ അത്ര എളുപ്പത്തിൽ നടന്നേക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.